മുഖ്യമന്ത്രിക്കെതിരെ മഹിളാ കോൺഗ്രസിൽ കടുത്ത അമർഷം. മുഖ്യമന്ത്രി അഹങ്കാരം ഉപേക്ഷിക്കണമെന്നും പാർട്ടിക്ക് വിധേയനാകണമെന്നും മഹിളാ കോൺഗ്രസിൽ വിമർശനം ഉയർന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ അപമാനിച്ചെന്നും പരാതി. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വി സതീശനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. ബിന്നിൽ ലീല സാബു ചേരുകയാണ്. ബിന്നിൽ ലീല സാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിന്നിൽ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രമേയം പാസാക്കുന്ന തരത്തിലുള്ള അമർഷം മഹിളാ കോൺഗ്രസിൽ ഉയരുകയാണ്. ഋജീഷ്, കടുത്ത അമർഷം മഹിളാ കോൺഗ്രസിന് ഇക്കാര്യത്തിലുണ്ട്. ജില്ലാ പ്രസിഡന്റ് ഗായത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നിരുന്നു. ആ സമയത്ത് ചില ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനവുമായിട്ടാണ് ചെന്നത്. പക്ഷേ വേണ്ട രീതിയിൽ ആ നിവേദനത്തെ കാണുകയോ ജില്ലാ പ്രസിഡന്റ് പരിഗണിക്കുകയോ ചെയ്തില്ല. അപമാനിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പെരുമാറ്റം ഉണ്ടായത് എന്നുള്ളതാണ് മഹിളാ കോൺഗ്രസിന്റെ പരാതി. ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് കടുത്ത വിമർശനം വി സതീശനെതിരെ ഉയർന്നത്. ഈ പാർട്ടി പ്രവർത്തകരുള്ള മനോഭാവം മുഖ്യമന്ത്രി മാറ്റണം. അതിൽ കടുത്ത ഭാഷയായി പറയുന്നു മുഖ്യമന്ത്രിക്ക് അഹങ്കാരമുണ്ട്, അത് മാറ്റണം എന്ന കാര്യം തന്നെ ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തു. പാർട്ടി പ്രവർത്തകരോട് ചില മനോഭാവം ആ രീതിയിൽ പെരുമാറുന്നത് ശരിയായ രീതിയിലല്ല. ജില്ലാ പ്രസിഡന്റ് ഒരു നിവേദനവുമായി വന്നപ്പോൾ ആ രീതിയിലല്ല പെരുമാറേണ്ടിയിരുന്നത്. ജില്ലാ പ്രസിഡന്റിനെ അവമാനിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചില പെരുമാറ്റം ഉണ്ടായത്. അതിനെതിരെയാണ് ഐക്യകണ്ഠേന ഇപ്പോൾ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കിയത്. ഒരു കടുത്ത നിലപാടിലേക്ക് മഹിളാ കോൺഗ്രസ് പോവുകയാണ്. ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയെന്നത് മാത്രമല്ല, ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ പ്രമേയം ഹൈക്കമാൻഡിനെ അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രിമാർ ഉൾപ്പെടെ ഒരു രഹസ്യമായി തന്നെ അത്തരത്തിൽ ഒരു അഭിപ്രായം മന്ത്രിമാർക്ക് ഉൾപ്പെടെ ഉണ്ട്. UDF യോഗം വരാൻ പോവുകയാണ്. ഈ ആഴ്ച 30-ാം തീയതിയാണ് ആ യോഗം ചേരുന്നത്. യോഗത്തിലും മുഖ്യമന്ത്രി കാത്തിരിക്കുന്നത് കടുത്ത വിമർശനങ്ങളായിരിക്കാം. പല തീരുമാനങ്ങളും മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നതടക്കമുള്ള ചില പരിഭവങ്ങളും പരാതികളും ഒക്കെ മന്ത്രിമാർ ഉൾപ്പെടെ അടക്കം പറയുന്നുണ്ട്. അതൊക്കെ മുന്നണി യോഗത്തിൽ വരാനുള്ള സാധ്യതയാണ്. അതിനിടെയാണ് കോൺഗ്രസ് തന്നെ പോഷക സംഘടനയായ മഹിളാ കോൺഗ്രസ് ഇത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് പോകുന്നത്. ഇതിൽ ഏറ്റവും കടുത്ത നിലപാട് ഹൈക്കമാൻഡിന് ഇക്കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. അതിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരിക്കുന്നു. സുജീഷ്, നേരത്തെ KSUമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുവിധത്തിൽ പറഞ്ഞു തീർത്തു എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസിൽ കൂടി ഇത്തരത്തിലുള്ള വിമർശനം ഉയരുന്നത്. KSUമായിട്ടുള്ള പ്രശ്നം ഇതുവരെയും ഇനിയും അവസാനിച്ചിട്ടില്ല. നേരത്തെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത് വലിയ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിലും KSU ഉയർത്തിയ പ്ലീഡർ നിയമനത്തിലെ അപാകത അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതിൽ KSU കടുത്ത നടപടിയിലേക്ക് പോകും, അല്ലെങ്കിൽ അത്തരം കൂടിയാലോചനകൾ KSUവിനുള്ളിൽ നടക്കുമെന്ന് നമുക്ക് നേരത്തെ തന്നെ അവർ പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തതാണ്. അതിനിടെയാണ് KSUവിന് പിന്നാലെ ഇപ്പോൾ മഹിളാ സംഘടന കൂടി മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നത്. ഇത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല. വരും ദിവസങ്ങളിൽ മുന്നണി യോഗത്തിൽ ഉൾപ്പെടെ ഇത് ഉയർന്നു വരും. നിലവിൽ KPCCയുടെ ഒരു യോഗം വിളിക്കാത്തത് KPCCക്ക് സ്ഥിരമായ ഒരു അധ്യക്ഷനില്ല. സണ്ണി ജോസഫ് ഇപ്പോൾ മന്ത്രിയായി പോയി. അതിനുശേഷം അദ്ദേഹം മാറാൻ തയ്യാറുമാണ്. പക്ഷെ അവിടെ ഒരു പുനഃസംഘടന ഉണ്ടായിട്ടില്ല. അതുണ്ടായാൽ മാത്രമേ ഒരു യോഗം, ഒരു അത്തരത്തിലൊരു യോഗത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അതിലൊക്കെ വലിയ വിമർശനം മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ യോഗം KPCCയുടെ യോഗം വിളിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. UDF ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രി സമയം കൊടുത്തതിന് പിന്നാലെയാണ് UDF യോഗം ഇപ്പോൾ വിളിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി ഉയർന്നു വരുന്നത് ബോർഡ് കോർപ്പറേഷൻ അവിടുത്തെ വീതം വെക്കലാണ്, അല്ലെങ്കിൽ വിഭജനമാണ്. അതായിരിക്കും പ്രധാന കാര്യമായി ഉയർന്നു വരിക. അതുകൊണ്ട് തന്നെയാണ് ആ യോഗം വിളിക്കുന്നത്. നിലവിൽ എന്തായാലും KSUവിന് പുറമെയാണ് മഹിളാ കോൺഗ്രസും ശക്തമായ നിലപാടുമായി മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്നത്.